ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ഗോതമ്പും ബീട്രൂട്ടും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ദോശയാണ്. കുട്ടികൾക്ക് അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ദോശമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3/4 കപ്പോളം നമ്മുടെ സാധാരണ അരിയും ഉഴുന്നൊക്കെ കുതിർത്ത് പുളിപ്പിച്ചെടുക്കുന്ന ദോശമാവ് ഉണ്ടല്ലോ, അത് രാവിലത്തിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, ഏകദേശം ഒരു 3/4 കപ്പ്. അത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3/4 കപ്പ് തന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 1/2 കപ്പ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരിച്ചെടുക്കണം എന്നൊന്നുമില്ല, അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് മാവിലേക്കാണ് ഈ ഒരു അളവ് ഞാൻ പറയുന്നത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഈ ഒരു ഗോതമ്പ് മാവിലേക്കുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. 2 കപ്പ് ഗോതമ്പ് മാവും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യാനുസരണം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ സാധാരണ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ ഇത് കലക്കിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ദോശക്കല്ല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങോട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു ഓയിൽ ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇനി മറിച്ചങ്ങാണ്ട് ഒന്നും കൂടെ മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല, സാധാരണ ദോശ ചുട്ടെടുക്കണ പോലെ തന്നെയാണ് ഞാൻ ചുട്ടെടുക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് വരുമോ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ പച്ചക്കല്ലേ ബീട്രൂട്ടൊക്കെ ചേർത്തത്. ഇത് സാധാരണ നമ്മൾ ഗോതമ്പ് ദോശ കഴിക്കണം അതുപോലെ തന്നെ ഉള്ളൂ, ഒട്ടും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.